നമുക്ക് നോക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്ത് പോകുന്നതാണോ നല്ലതെന്ന് കേട്ടോ. ഇത് പൈൽ നമ്പർ 1, ഇത് പൈൽ നമ്പർ 2, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. 2-3 കാർഡ്സ് വീതം രണ്ടും എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1 എന്ന് കാർഡ്സ് ഷഫിൾഡ് ആണ് കേട്ടോ. ഷഫിൾ ചെയ്ത് വെച്ചു. ബോട്ടം ഓഫ് ദി ഡെക്ക് ഇസ് ജസ്റ്റിസ്. ഓക്കെ, പൈൽ നമ്പർ 2 എന്ന് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇസ് മൂൺ. നമ്പർ 1 കാരുടെ നോക്കാം. നൈറ്റ് ഓഫ് വാണ്ട്സ്, മജീഷ്യൻ, 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, ഇവർ മിക്കവാറും ഫാമിലിയുടെ എതിർപ്പ് കാരണമല്ല, അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കാരണമാണ് നിങ്ങളിൽ നിന്നും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ചിന്തിക്കുന്ന ഒന്നുകിൽ ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു, ആ കേസിൻ്റെ വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് കാണുന്നു കേട്ടോ. പക്ഷേ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ എന്ത് ചെയ്യുമ്പോഴും കൂടുതലായും നിങ്ങളുടെ ചിന്തകളാണ് ഇവർക്ക് എപ്പോഴും. നിങ്ങൾക്കോ അവർക്കോ കൂടുതലായിട്ട് ബട്ടർഫ്ലൈസ് ഒക്കെ കാണാറുണ്ടായിരിക്കും. ഓക്കെ, വൈറ്റ്, യെല്ലോ, അതേപോലെ ബ്ലാക്ക് ബട്ടർഫ്ലൈസ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, യെല്ലോ ബട്ടർഫ്ലൈസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണാറുണ്ടായിരിക്കും. ഇവർ ചിന്തിക്കുന്ന ഈ ഒരു തടസ്സം മാറിക്കഴിഞ്ഞാൽ, എന്താ ഫാമിലി പ്രഷർ ആവട്ടെ, വീട്ടുകാരുടെ എതിർപ്പൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരിക്കാം, ഈ വക സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടാണ് ഇവർ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അതുകൊണ്ടൊക്കെയാണ് അവർ മാറി നിൽക്കുന്നത്. ഓക്കെ, എന്ത് തന്നെ ആയാലും ഇവർ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം, നിങ്ങൾക്കൊരു ന്യായം തരണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ഇവർ തീർച്ചയായും വരും. ഓക്കെ, ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരറ്റം എത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ വരും. ഇവർക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, തെറ്റില്ല കേട്ടോ. ഇനി പൈൽ നമ്പർ 2 കാർക്ക് 3 മിസ്സിംഗ് എനർജിയാണ്. 9 ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദി വീൽ. അവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, അത് പാരൻ്റൽ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, എന്തായാലും അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കാം. എന്ത് തന്നെ ആയാലും അവർക്ക് ഇപ്പോൾ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കി എന്നർത്ഥം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവരുടെ ലൈഫിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സമയം മാറി വരും എന്ന് തന്നെയാണ് ഈ സിറ്റുവേഷൻ ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ എന്ത് തരം സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ, കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പുകാരേക്കാൾ സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് റിട്ടേണിംഗ് ടൈം വന്നിട്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷെ വരും.